ഹായ് കൂട്ടുകാരെ, തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന ചെറിയ ഉത്സവമാണ് കൊടിതി. അതായത് ചെറിയ ചെറിയ അമ്പലങ്ങൾ പോലെയുള്ള സ്ഥലത്ത് ഒരു ദിവസത്തെ 2 ദിവസത്തെ ഉത്സവത്തിനെ കൊടിതി എന്ന് പറയും. കൊടിതി എന്ന് പറയും. വടക്കോട്ടുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, തെക്കോട്ടുള്ളവർക്കാണ് ഇത് നന്നായിട്ട് അറിയാമെന്നുള്ളത്. തെക്കോട്ടുള്ള എല്ലാ ചെറിയ ചെറിയ കുടുംബക്ഷേത്രങ്ങളിലൊക്കെയാണ്, അതായത് കുടുംബപരമായിട്ടുള്ള ചെറിയ അമ്പലങ്ങളൊക്കെ കാണുമല്ലോ, അവിടെയാണ് ഒരു ദിവസവും 2 ദിവസം ഇങ്ങനത്തെ ഇത് വെച്ച് നടത്തുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ മഞ്ഞപ്പാൽ വിളയാടൽ, അവരുടെ ദൈവങ്ങൾ അവരുടെ ശരീരത്തിൽ കൂടുമ്പോഴത്തേക്ക് അവർക്ക് അനുഗ്രഹം വരണതും കുടുംബക്കാരെല്ലാവരും ഒത്തൊരുമയോട് കൂടി ഒരു സന്തോഷം, ഒരു ഉത്സവം കൊണ്ടാടുമ്പോഴത്തെ ഒരു ദിവസമാണത്. അത് നല്ല കാഴ്ച, കാണാനൊക്കെ നല്ല രസമുള്ള കാഴ്ചകൾ. ഒരുപാട് ബന്ധുക്കളെ കാണാൻ പറ്റും, സുഹൃത്തുക്കളെ കാണാൻ പറ്റും, എല്ലാവരുമായിട്ടൊരു ഒത്തൊരുമ. അപ്പോൾ ഉത്സവം വരുമ്പോൾ ഇതാണ്. അപ്പം വലിയ അമ്പലങ്ങളൊക്കെ ഉത്സവം വരുമ്പോൾ അല്ല, ചെറിയ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ നല്ല രസമാണ്. അത് ബന്ധുക്കൾ മാത്രം അടങ്ങിയത്, പിന്നെ പരിസരത്തുള്ള കൂട്ടുകാരും സഹപ്രവർത്തകരും എല്ലാവരും കാണും കേട്ടോ. ഇതൊക്കെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ പാലൊന്ന് തിളച്ച് കഴിയണതും ഈ പൂപ്പടയ്ക്കുള്ളതെല്ലാം ഒരുക്കി കഴിഞ്ഞ് ഇനി പാല് തിളച്ച് കഴിയുമ്പോഴാണ് ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് വോയിസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ മേളത്തോട് കൂടി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പം പാല് നല്ല തിളച്ച് മറിയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ കളിയും കൂടെ കാണാൻ കേട്ടോ. നമുക്ക് കാണാൻ നല്ല കാഴ്ചയാണ്. അറിഞ്ഞുകൂടാത്തവർക്ക് ഇതൊന്നും, അവർക്കൊരു അത്ഭുതം പോലെ തോന്നും. അപ്പോൾ കാവ് തീണ്ടലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പക്ഷേ ഇത് കാവ് തീണ്ടലല്ല, വീട്ടിലെ കൊടിതിയാണ്, വീട്ടിലെ ഉത്സവമാണ്. വീട്ടിലെ ചെറിയ അമ്പലങ്ങളുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അത് ഞാൻ പ്രത്യേകം പറഞ്ഞ് തെക്കോട്ടുള്ളവർക്ക്